അല്ല, ഗവർണർ എന്ന് പറയുന്നതും മുഖ്യമന്ത്രി എന്ന് പറയുന്നതും രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. നമ്മുടെ സംസ്ഥാനം ഏറ്റവും ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് ഗവർണറും മുഖ്യമന്ത്രിയും. ആ ബഹുമാനം അവർ സമൂഹത്തിന് കൊടുക്കണം, ഗവർണർ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, മുഖ്യമന്ത്രി ഗവർണർക്ക് കൊടുക്കണം. ആ നിലയിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴത്തെ പിണറായി സർക്കാർ ഉൾപ്പെടെ അങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ ഒരു മാറ്റമുണ്ടായി. അദ്ദേഹം സമൂഹത്തിലുള്ള പലരെയും നികൃഷ്ട ജീവികളായിട്ട് കാണുന്നത് പോലെ ഭരണഘടനാ സ്ഥാപനമായ സംസ്ഥാനത്തെ ഉത്തരവുകളല്ല ബൈ ഓർഡർ ഓഫ് ദി ഗവർണർ ഇറക്കുന്ന അങ്ങനെയുള്ള ആ ഭരണഘടനാ സ്ഥാപനം ഒന്നാമത്തെ പൗരനെ ഒരു നികൃഷ്ട ജീവിയുടെ കണക്കാക്കാൻ ഗവർണർ നിർബന്ധിതനായി. അതിന് കാരണമുണ്ട്. കാരണം അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ആരെയും നികൃഷ്ട ജീവി എന്ന് കാണിക്കുക. പക്ഷേ മുമ്പിരുന്ന നയനാരെ പോലെയോ അല്ലെങ്കിൽ അച്യുതാനന്ദനെ പോലെയോ ഉള്ള ഒരു പ്ലീസിങ് ഫേസ് അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാനൊക്കില്ല. ഉണ്ട്, പക്ഷേ അദ്ദേഹം പുറത്ത് കാണിക്കില്ല. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലും അതുപോലെ നമ്മുടെ പത്രങ്ങളിലെ പരസ്യങ്ങളിലൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ അത് ചിരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയ നമ്മുടെ കൊച്ചിയിലെത്തിയപ്പോൾ എന്ത് വിധേയത്വത്തോടു കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ചെന്ന് സമീപിച്ചത്, അദ്ദേഹത്തെ പൂച്ചണ്ട് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും മന്ദസ്മിതം തിരിച്ചു വരുന്നത് വരെ അദ്ദേഹം വളരെ സൂക്ഷിച്ചു നോക്കുന്നതുകൊണ്ട് ആ വിധേയത്വത്തിൻ്റെ പകുതി വിധേയത്വം നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഗവർണറോട് കാണിക്കേണ്ടേ? പകുതി കാണിച്ചാൽ മതി വിധേയത്വം, മുഴുവനും കാണിക്കണ്ട. അതിന് പകരം ദാക്ഷ്യത്തോടു കൂടി ഞാൻ പറയുന്നതിന് താഴെ ഒപ്പിടുന്ന ഒരാളായിരിക്കണം ഗവർണർ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയാണോ നമ്മുടെ ഭരണഘടന ഗവർണർ വിഭാവന ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾ ചെയ്യുന്നതിന് താഴെ തുല്യം ചാർത്താൻ ഗവർണർ തയ്യാറാണ്. ഇദ്ദേഹം തയ്യാറായിരുന്നു. ഞങ്ങൾക്ക് പരാതിയുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പല ആവർത്തി ഗവർണറെ ചെന്ന് കാണുകയും 2019 നിരന്തരം അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ടുള്ള ആളാണ് ഗവർണർ. പക്ഷേ 2021 വരെ അദ്ദേഹം ചെയ്തു. പല ആവർത്തി അദ്ദേഹത്തിന് അറിയാമായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം ഗവൺമെൻറ് പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ. കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനമാണ് ആദ്യം അദ്ദേഹം വന്നതിന് ശേഷം നടന്നത്. അതിനു മുമ്പ് ആരോഗ്യ സർവകലാശാല നടന്നു, അവിടെ ഡോക്ടർ മോഹൻ കുന്നുമേനെ നിയമിച്ചു. അത് കഴിഞ്ഞ് ഉടൻ തന്നെ കാലിക്കറ്റിലെ സർവകലാശാല നിയമനം വന്നപ്പോൾ ഞങ്ങൾ ഗവർണർ കണ്ടിരുന്നു. കാരണം റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഒരു MG സർവകലാശാല പ്രൊഫസറെ നിയമിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ആരെ നിയമിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇവിടെ BJPയുമായിട്ട് അനുകൂലമുള്ള ടാപ്പിയോക്ക റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ അദ്ദേഹം SC-കാരനാണ്. ഞങ്ങൾ പറഞ്ഞത് ശരിയാ, ഒരു പട്ടികജാതിക്കാരൻ ഇതുവരെ കേരളത്തിൽ വൈസ് ചാൻസലറായിട്ട് വന്നിട്ടില്ല. വളരെ പ്രഗത്ഭനായ സയന്റിസ്റ്റാണ്. നാഷണൽ അവാർഡും ഗ്ലോബൽ ലെവലിലുള്ള അവാർഡും കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ ഗവർണർ എന്ന് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു BJP രാഷ്ട്രീയമുണ്ട്, ഞാൻ ഗവൺമെന്റിന്റെ താല്പര്യം കൂടി നോക്കി മാത്രമേ ഒപ്പിടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഇപ്പോഴുള്ള ഡോക്ടർ ജയരാജനെ നിയമിച്ചത്. അതിനുശേഷമുള്ള എല്ലാ VC-മാരെയും ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ച് നിയമിച്ചു. ഇവിടെ വൈസ് ചാൻസലർമാര് OWC-ആയിട്ട് KTUവിൻ്റെ VC പുറത്തു പോയപ്പോൾ അതനുസരിച്ച് മറ്റ് VC-മാരും പുറത്തു പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അതിനുശേഷം അവർ റിലീവ് ചെയ്ത് പോയപ്പോൾ പകരം ചാർജ് കൊടുത്ത് ഗവൺമെന്റ് പറഞ്ഞ വൈസ് ചാൻസലർമാർക്കാണ്. അതിന് വിരുദ്ധമായിട്ട് KTUവിലെ ഒരു വൈസ് ചാൻസലർ നിയമിച്ചപ്പോൾ ഇവിടെ നടന്ന അട്ടഹാസങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചിരുന്നപ്പോൾ ഗവർണർ കൊള്ളാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നത് എപ്പോഴാ? ഇവിടെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനം വന്നപ്പോൾ ഡോക്ടർ രവീന്ദ്രനെ ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ച് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് കണ്ട് എൻ്റെ ജില്ലക്കാരനാണ്, അങ്ങനെ സഹായിക്കണം. അങ്ങനെ ഒരു മുഖം നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹത്തെ സഹായിക്കണം. അങ്ങനെ നീ ചട്ടവിരുദ്ധമാണെങ്കിൽ പോലും നിയമിക്കണമെന്ന് പറഞ്ഞ് ഈ ഗവർണർ നിയമനം കൊടുത്തു. ഞങ്ങളതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അത് കഴിഞ്ഞ് സംസ്കൃത സർവകലാശാല നിയമനവും നടത്തി. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഗവർണർക്ക് ശരിയും തെറ്റും മനസ്സിലായി. അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ് ഒരു പ്രൈവറ്റ് കോളേജിലെ അധ്യാപിക പണം കൊടുത്തോ അല്ലാതെയോ ശുപാർശയിലൂടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറി വരെ
അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്തപ്പോൾ ഗവർണർ സ്റ്റേ ചെയ്തു. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം സംശുദ്ധീകരിക്കണമെന്നുള്ളൊരു താല്പര്യം കേന്ദ്രത്തിന്റെ പ്രതിനിധി കൂടിയായ പലപ്പോഴും അദ്ദേഹം പറയാറുള്ളതാണ്. ഞാൻ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും പൊട്ടൻഷ്യലുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുള്ള ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരിടത്തില്ല. പക്ഷെ അതിനെ നമ്മുടെ സംസ്ഥാനം നശിപ്പിക്കുകയാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി, സർവകലാശാല സംശുദ്ധമാണെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം രാകേഷിന്റെ ഭാര്യയുടെ നിയമനം സ്റ്റേ ചെയ്തപ്പോൾ അന്ന് തുടങ്ങിയതാണ് വിപ്ലവം. അപ്പോൾ കേരളത്തിനെ നന്നാക്കരുത് എന്നുള്ള താല്പര്യമുള്ള ഒരു ഗവൺമെന്റും കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഗവർണറും തമ്മിലുള്ള കോൺഫ്രണ്ടേഷനാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഗവർണർ ഒരു നികൃഷ്ട ജീവിയായി മാറിയത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് എത്താം.